ആകാംക്ഷയോടെ കാത്തിരിക്കാന്നറിയാം. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ദിവസം അല്ലെങ്കിൽ എല്ലാവരും ഒരു വെക്കേഷൻ മൂഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ സമയങ്ങൾ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാലേ ശരിക്കും പറഞ്ഞാൽ നന്മയുടെ നക്ഷത്രങ്ങൾ ഇങ്ങനെ മണ്ണിലും വീട്ടിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉയർന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. സോ ഈ ഒരു സന്തോഷത്തില് ഫ്ലവേഴ്സ് കുടുംബം നിങ്ങളുടെ ഫാമിലിയായിട്ട് ജോയിൻ ചെയ്യാൻ പോവാണ് വിത്ത് എ മെഗാ ഇവന്റ് ആൻഡ് വി വെൽക്കം യു. അങ്ങനെ ഫ്ലവേഴ്സ് മ്യൂസിക്കൽ നൈറ്റ് മെഗാ ഇവന്റ് അല്ലെ. ശരിക്കും ഫ്ലവേഴ്സിന് അല്ലെങ്കിൽ ടോപ്പ് സിംഗറിനെ ശരിക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് മക്കൾ ഓരോരുത്തരും കാണുന്നത്. ഈ സീസണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം കടുകുമണി കുട്ടികളാണ്. സോ അവരുടെ ഗുരുനാഥൻ ഇനി നമ്മുടെ ഫ്ലവേഴ്സ് മ്യൂസിക്കൽ നൈറ്റ് മെഗാ ഇവന്റിൽ വന്നിട്ട് നമ്മുടെ മക്കൾക്കായിട്ടും നിങ്ങൾ പ്രേക്ഷകർക്കായിട്ടും ഒരു സോങ് പാടിത്തരാൻ പോവാണ്. സോ വലിയ സന്തോഷത്തോടു കൂടി നമ്മുടെ MG സാറിനെ ഈ വേദിയിലേക്ക് നമുക്ക് ക്ഷണിക്കാം. ദസരിയ ആന ദസരിഗമ്മ രേഗ സരി ആന നരി നന തദരി നന്നാരി തദരി ആര ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിന്മേലമ്പിളി പദനിസ ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിന്മേലമ്പിളി വയലേലയിൽ കിളിക്കൂട്ടമായി കതിരുണ്ണുവാൻ വന്നു പോയി പുഴമീനുകൾ തെളിനീരിലായി കളി ചൊല്ലി നീങ്ങുന്നു പഴയ കാലങ്ങളെന്നു പടിമറയുവതിനി വരുമോ ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുട്ടമാറ്റം കാണാൻ അരയാലിന്മേലമ്പിളി പപ്പ മകരി മകരി തട്ടി ചൊല്ലി തട്ടിപ്പാ ഗാരി സാസ സനി സസ ദാസ സപാസ സപദരി സരി ഗമ മഗ മകരിക ഗരി സനി സരി ദാദാനി ദ പാ മ പ പദ മ മഗ മരിക സരി സനി സ സരി ഗരി ഗമ ഗമ പ രി ഗരി ഗമ ഗമ പ മ പദ പദനി സ മി ദ പദനി സ സ കൊമ്പ് വിളിക്കും കാറ്റിൽ നന്ദുണി വീട്ടും നേരം കലികോമരമുറയണ താളം മദ്ദളമേളം പതികാലം കൊട്ടിക്കേറുമ്പോൾ അന്തിവിളക്ക് കൊളുത്താനായി ഞാനും പോരുമ്പോൾ അണിനിരയായി ആകാശവും നറുതിരികൾ നീട്ടുന്നു ഹരിചന്ദനം തൊടുനെറ്റിയിൽ മണി വീണ നീലാംബരി പഴയ കാലങ്ങളെങ്ങോ പടിമറയുവതിനി വരുമോ ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിന്മേലമ്പിളി വയലേലയിൽ കിളിക്കൂട്ടമായി കതിരുണ്ണുവാൻ വന്നു പോയി പുഴമീനുകൾ തെളിനീരിലായി കളി ചൊല്ലി നീങ്ങുന്നു പഴയ കാലങ്ങളെങ്ങോ
പടിമറയുവതിനി വരുമോ ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി. മധുരമുള്ള നമ്മുടെ മധുചേട്ടന്റെ സോങ്സ് കേട്ടിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മതിയായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം പ്ലേബാക്ക് സിംഗർ ശ്രീ മധു ബാലകൃഷ്ണൻ. രാവേറെയായി പൂവേ പൊൻചെമ്പനീർ പൂവേ ഒരു യാത്രിക നീ വഴി പോകെ നനുത്തൊരു കാൽ പെരുമാറ്റം കേട്ടുണരൂ ഇരുൾ വീണ മനസ്സിലൊരിത്തിരീരൻ പൂവിരൽ തൊട്ടുഴിയൂ. രാവേറെയായി പൂവേ പൊൻചെമ്പനീർ പൂവേ നീ വരുമ്പോൾ മഞ്ഞുകാലം കൺതുറക്കുന്നു പൊൻവെയിൽ വന്നും അവയ്ക്കാൻ കാത്തു നിൽക്കുന്നു. പറന്നു പോ പകൽ കിളി പൊഴിഞ്ഞ നിൻ കുറുമ്പുകൾ തിരഞ്ഞു പോ വരും വരെ നിലാവു കാത്തു നിൽക്കുമോ ഇതു വെറുതെ നിൻ മനസ്സറിയാനൊരു മഴയുടെ സംഗീതം. രാവേറെയായി പൂവേ പൊൻചെമ്പനീർ പൂവേ കാത്തിരിക്കും കാവൽ മേഘം വാതിൽ ചാരുന്നു വേനൽ മാത്രം നെഞ്ചിനുള്ളിൽ ബാക്കിയാവുന്നു. തനിച്ചു ഞാൻ നടന്നു പോം തണുത്തൊരി ചുരങ്ങളിൽ മനസ്സിലെ കിനാവുകൾ കൊളുത്തുമോ നിലാവു പോൽ ഇതു വെറുതെ നിൻ ശ്രുതിയറിയാനൊരു പാർവണ സംഗീതം. രാവേറെയായി പൂവേ പൊൻചെമ്പനീർ പൂവേ
കാൽ പെരുമാറ്റം കേട്ടുണരൂ ഇരുൾ വീണ മനസ്സിലൊരിത്തിരീരൻ പൂവിരൽ തൊട്ടുഴിയൂ കുട്ടി ടോപ്പ് സിംഗേഴ്സിന്റെ ഇടയിലേക്ക് ഒരു ടോപ്പ് സിംഗറിനെ നമ്മൾ കൊണ്ടുവരാൻ പോവാണ്. അതായത് വേറിട്ട ഒരു ആലാപന ശൈലി, വേറിട്ട ഒരു ശബ്ദം, ആൻഡ് മോർ ഓവർ ഞാൻ ഇങ്ങനെ നിന്നിട്ട് പറയും തൃശ്ശൂർക്കാരിയും കൂടെ ആണെന്ന് പറയും. ആൻഡ് ഒറ്റൊരു ക്ലൂ ഇത് മാത്രം മതി, അവിടുന്ന് പേരും വരും, സുഖമാണി നീലാവ്. ആരാ വരാൻ പോണേ? പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം പ്ലേബാക്ക് സിംഗർ ജ്യോത്സ്ന രാധാകൃഷ്ണൻ. നമ്മുടെ ഈ വേദിയിൽ ഇനി മേഘ്നക്കുട്ടി വരാൻ പോവാണ് കേട്ടോ. നല്ലൊരു സോങ്ങുമായിട്ട്, ഒരു ബ്യൂട്ടിഫുൾ സോങ്. എൻജോയ്.
തന്നനാദിനം തന്നനാദിനം തന്നാനേ തന്നനാദിനം തന്നാനേ തന്നനാദിനം 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 തന്നാനേ തന്നനാദിനം തന്നാനേ ഒന്നാം മുഖം തൊഴുവാൻ വനി കടന്നൊരു മലമുകളിൽ തിളക്കം മങ്ങിയൊരാഴിമങ്കയും പതക്കം പോയൊരു സൂര്യദേവനും ഒന്നായൊന്നൊരു തുമ്പമോചനമേറ്റുവാങ്ങിയ സന്നിധി ഞാനിതു പോകവേ സന്നിധി ഞാനിതു പോകവേ സന്നിധി ഞാനിതു പോകവേ വള്ളിനാഥന്റെ പളനിക്കുന്നിലെ ഒന്നാം സോപാനമിന്നെനിക്ക് വള്ളിനാഥന്റെ പളനിക്കുന്നിലെ ഒന്നാം സോപാനമിന്നെനിക്ക് രണ്ടാം മുഖം തൊഴുവാൻ വനി കടന്നൊരു മലമുകളിൽ തണുത്തുപോയൊരു വന്യദേവനു വിരുട്ടുമോടിയ ഭൂമിദേവിയും ഒന്നായൊന്നൊരു കുംഭമോചനമേറ്റുവാങ്ങിയ സന്നിധി ഞാനിതു പോകവേ സന്നിധി ഞാനിതു പോകവേ സന്നിധി ഞാനിതു പോകവേ വള്ളിനാഥന്റെ പളനിക്കുന്നിലെ രണ്ടാം സോപാനമിന്നെനിക്ക് വള്ളിനാഥന്റെ പളനിക്കുന്നിലെ രണ്ടാം സോപാനമിന്നെനിക്ക് മൂന്നാം മുഖം തൊഴുവാൻ മല കടന്നൊരു പടിമുകളിൽ തിളക്കം മങ്ങിയൊരാഴിമങ്കയും പതക്കം പോയൊരു സൂര്യദേവനും ഒന്നായൊന്നൊരു തുമ്പമോചനമേറ്റുവാങ്ങിയ സന്നിധി ഞാനിതു പോകവേ സന്നിധി ഞാനിതു പോകവേ സന്നിധി ഞാനിതു പോകവേ വള്ളിനാഥന്റെ പളനിക്കുന്നിലെ മൂന്നാം സോപാനമിന്നെനിക്ക് വള്ളിനാഥന്റെ പളനിക്കുന്നിലെ മൂന്നാം സോപാനമിന്നെനിക്ക് നാലാം മുഖം തൊഴുവാൻ നടയിലെത്തിയ മിഴിവിഴിയിൽ തണുത്തുപോയൊരു വന്യദേവനും ഇരുട്ടുമൂടിയ ഭൂമിദേവിയും ഒന്നായൊന്നൊരു തുമ്പമോചനമേറ്റുവാങ്ങിയ സന്നിധി ഞാനിതു പോകവേ സന്നിധി ഞാനിതു പോകവേ സന്നിധി ഞാനിതു പോകവേ വള്ളിനാഥന്റെ പളനിക്കുന്നിലെ നാലാം സോപാനമിന്നെനിക്ക് വള്ളിനാഥന്റെ പളനിക്കുന്നിലെ നാലാം സോപാനമിന്നെനിക്ക് അഞ്ചാം മുഖം തൊഴുവാൻ വരമരളിയ ശരവണന് തിളക്കമങ്ങിയൊരാഴിമങ്കയും പതക്കം പോയൊരു സൂര്യദേവനും ഒന്നായൊന്നൊരു തുമ്പമോചനമേറ്റുവാങ്ങിയ സന്നിധി ഞാനിതു പോകവേ സന്നിധി ഞാനിതു പോകവേ സന്നിധി ഞാനിതു പോകവേ വള്ളിനാഥന്റെ പളനിക്കുന്നിലെ അഞ്ചാം സോപാനമിന്നെനിക്ക് വള്ളിനാഥന്റെ പളനിക്കുന്നിലെ അഞ്ചാം സോപാനമിന്നെനിക്ക് ആറാം മുഖം തൊഴുവാൻ അനുവദിച്ചൊരു ശിവസുതനെ തിളക്കമങ്ങിയൊരാഴിമങ്കയും പതക്കം പോയൊരു സൂര്യദേവനും ഒന്നായൊന്നൊരു തുമ്പമോചനമേറ്റുവാങ്ങിയ സന്നിധി ഞാനിതു പോകവേ സന്നിധി ഞാനിതു പോകവേ സന്നിധി ഞാനിതു പോകവേ വള്ളിനാഥന്റെ പളനിക്കുന്നിലെ ആറാം സോപാനമിന്നെനിക്ക് വള്ളിനാഥന്റെ പളനിക്കുന്നിലെ ആറാം സോപാനമിന്നെനിക്ക് ഒരു ഗായകനെയോ അല്ലെങ്കിൽ ഒരു ഗായികയെ സംബന്ധിച്ചിടത്തോളം പാടിയ പാട്ടുകളെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവുമെന്ന് പറയുമ്പോൾ അത് വലിയൊരു ഭാഗ്യമുള്ള ഒരു കാര്യം അല്ലേ? ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടിട്ടുള്ളൊരു ശബ്ദമാണ് ഈ ഒരു ഗായികയ്ക്കുള്ളത്. യെസ്, സൈനോറയാണ് ഇനി നമ്മുടെ കൂടെ ഈ മെഗാ മ്യൂസിക്കൽ നൈറ്റിൽ ഫ്ലവേഴ്സ് മ്യൂസിക്കൽ നൈറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏതാ പാടുന്നുള്ളത് ഞാൻ പറഞ്ഞ സർപ്രൈസ് പോയില്ലേ, ഒരുമിച്ച് ആസ്വദിക്കും. Buenas noches, Palermo. Arriba la boca, arriba los hombros. Chao. Esa
മനസ്സിനുള്ളിൽ വരച്ചു ഞാൻ കനത്ത നൂലിൽ ക്ഷയിച്ചൊരീണം നിലച്ചു ദിനങ്ങൾ അകറ്റി ഞാൻ അതിന്നഴൽ തടങ്ങളിൽ നിറങ്ങൾ കാണാൻ ഒരുങ്ങി ഞാൻ എന്നെന്നും എന്നിലെ എന്നെ നിന്നിൽ കണ്ടു ഞാൻ Let's get in your store. Oh, 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 oh. Oh, January en vilil innu virinyorungi New Year. മറഞ്ഞതെന്തേ നീ എങ്ങോ തുടിച്ചിടും നിൻ കറുത്ത കണ്ണിൻ തിളക്കമെല്ലാം തിരഞ്ഞു ഞാൻ എനിക്ക് നിന്നെ മിഴിച്ചിരാതിൽ നിറഞ്ഞ പ്രകാശപരം അനന്തമാമനാദിയാം നിറത്തിലൂടെ അലഞ്ഞു ഞാൻ ഒന്നാകാൻ എന്നിലെ എല്ലാം നിന്നിൽ തേടി ഞാൻ Come on, let's get in your store. Cuando cojo y se doble aquí, el rico hijo y el mundarejo, y un neco sabe vengo a decir. Vijay Bareen has a root, you're the soul of the policer, and go pay your horse to see. Come on, let's get in your store. Vijay Bareen has a root, you're the soul of the policer, and go pay your horse to see. Come on, let's get in your store. തദന ആ തദന സ്വാമിനാഥ പരിപാലയാശുമാ സ്വാമിനാഥ പരിപാലയാശുമാ സ്വാമിനാഥ പരിപാലയാശുമാ സ്വാമിനാഥ പരിപാലയാശുമാ സ്വാമിനാഥ പരിപാലയാശുമാ സ്വപ്രകാശ മല്ലീശ ഗുരുഗുഗദേവസേനേശ സ്വാമിനാഥ പരിപാലയാശുമാ
कामजनक भारती सेवित कामजनक भारती सेवित कामजनक भारती सेवित कार्तिकेय नरकादिभावित वामदेव पार्वती वामदेव पार्वती सुकुमार वामदेव पार्वती सुकुमार वामदेव पार्वती सुकुमार वामदेव पार्वती सुकुमार वारिजास्त्र मोहित गर गम पनि पप मम रि सरि सरि गम पनि पप मम रि सरि स मगम पनि पम गम रि सरि सरि गम पगम पसानि पम रि स रि पसानि पम नि पम रि सरि गम पसानि सरि सरि पम रि स रि सनि नि पम मम रि सरि सरि स मग पम नि पसनि रि समरि सनि परि सानि पम गम रि सरि स्वामिनाथ परिपालयाशु मां ग म प म ग म ग सनि प म ग म ग ग ग ग ग ग ग ग ग म प म ग ग ग ग ग ग सनि स ग स स स स स ग म प नि नि स स स नि स ग 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 म प म ग म ग सनि प नि सनि प म ग म प म ग ग स सनि प म ग म प म ग ग स सनि प म ग म प म ग ग स सनि स सनि स सनि स सनि स सनि कामिनार्थ विदरण निपुण चरण कामिनार्थ विदरण निपुण चरण कामिनाथ वितरण निपुण चरण कामिनाथ वितरण निपुण चरण कामिनाथ वितरण कामिनाथ वितरण कामिनाथ वितरण निपुण चरण कामिनाथ वितरण मम कथा कामिनाथ वितरण सानि मम कथा कामिनाथ वितरण निपुण चरण कामिनाथ वितरण निपुण चरण कामिनाथ वितरण निपुण चरण कामिनाथ वितरण निपुण चरण काव्यलंकार भरण भूमि जलाग्निवायु गगन किरण बोधनुपदे ज्ञानंद करिणि रे गम पनि पप मम रि सरि स रे गम पनि पप मम रि सरि स मगम पनि पम गम रि सनि सरि गम पगम पसानि पम रि स नि पसानि पम नि पम रि सरि गम पसनि सरि सरि पम रि स सनि नि पप पम रि सरि सरि गम गम नि पसनि रि समरि सनि परि सानि पम गम रि सरि स्वामिनाथ परिपालयाशु मां स्वामिनाथ परिपालयाशु मां स्वामिनाथ परिपालयाशु मां स्वामिनाथ परिपालयाशु मां स्वामिनाथ परिपालयाशु मां
ശബാഷ് ശബാഷ്. ശബാഷ്.
Thank you, Hari. Thank you, Aromal. And thank you, Murali. And the whole top band. Thank you. ഫ്ലവേഴ്സ് മ്യൂസിക്കൽ നൈറ്റ് മെഗാ ഇവന്റിൽ ഒരു ക്യൂട്ട് പെർഫോമൻസിലേക്കാണ് നമ്മൾ പോകാൻ പോണേ. ആരാ വരാൻ പോണേ? നമ്മുടെ മിയക്കുട്ടിയാണ്. അപ്പോൾ ഏതായാലും ആ ഒരു ചക്കര പാട്ടിലേക്ക് നമുക്ക് പോവാം. തനങ്ങ
ഒരു കിടക്കൻ സോങ് പെർഫോമൻസുമായി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ഋതുരാജ്. പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ കൊതി തീരാതെ ഹൃദയം കണ്ണെത്താ ദൂരത്തെ കൺചിമ്മും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ പോ ലൈലാകമേ പൂച്ചൂടുമോ വിടവാങ്ങുമീ രാത്രി തൻ വാതിലിൽ ആകാശമേ നീർ പെയ്യുമോ പ്രണയാർദ്രമീ ശാഖിയിൽ ഇന്നിതാ മനസ്സിൻ ചിലതലം മഴ പോൽ പുണർന്നു നിൻ ഓരോ മൗനങ്ങളും പകലിൻ വരാന്തയിൽ വെയിലങ്ങിടാ തമ്മിൽ ചേരുന്നു നാം. തലോടും മിന്നലകൾ കുളിരോർമ്മ തൻ വിരലായി തുടരുന്നൊരേ സഹയാത്രയിൽ ഓ ലൈലാകമേ പൂച്ചൂടുമോ വിടവാങ്ങുമീ രാത്രി തൻ വാതിലിൽ പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ കൊതി തീരാതെ ഹൃദയം കണ്ണെത്താ ദൂരത്തെ കൺചിമ്മും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ പോ ലൈലാകമേ പൂച്ചൂടുമോ വിടവാങ്ങുമീ രാത്രി തൻ വാതിലിൽ ആകാശമേ നീർ പെയ്യുമോ വിടവാങ്ങുമീ രാത്രി തൻ എന്നിതാ നമ്മുടെ മലയാള സിനിമയിലെ വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് മാനസ രാധാകൃഷ്ണൻ. ആ പേര് പറയുമ്പോൾ തന്നെ ആ ഒരു ക്യൂട്ട്നെസ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരണേ അല്ലേ? സോ ഇന്ന് ഒരു ആർട്ടിസ്റ്റ് റോളിലല്ല, ഒരു ഡാൻസർ റോളിൽ ഒരു കിടുക്കൻ ഡാൻസ് പെർഫോമൻസുമായിട്ടാണ് മനസ്സ് നമ്മുടെ ഒരു വലിയ കൈഡി അടിച്ചാൽ ലെറ്റ്സ് വെൽക്കം മാനസ.
ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. താരകങ്ങൾ കണ്ണുവച്ച പാരിജാതമല്ലേ, താഴെ എന്റെ കൂടെ നഞ്ഞ പഞ്ചവർണ്ണമല്ലേ, തങ്കമെന്റെ കൺകവർണ്ണ പുണ്യം നീ എനിക്ക് മുത്താരം മുത്തല്ലേ, ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ നിനക്ക് വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്ന് അഴകിൻ താഴ്വാരം അലിയുമീ സംഗീതം തുണയായി നീ പോരുമോ, കാറ്റിൻ സല്ലാപം കുളിരുന്ന കൂടാരം മടിയിൽ ഞാൻ വീഴുമോ, ഹൃദയങ്ങളൊന്നു ചേരും ഉദയങ്ങളായി മാറും, തിരമാല വന്നു മൂടും അലയാഴി ഉള്ളിലാടും. താരകങ്ങൾ കണ്ണുവെച്ച പാരിജാതമല്ലേ, താഴെ എന്റെ കൂടെ നഞ്ഞ പഞ്ചവർണ്ണമല്ലേ, തങ്കമന്റെ കൺകവർണ്ണ പുണ്യം നീ എനിക്ക് ഉദിച്ച ചന്ദ്രന്റെ സ്വന്തമായി ഞാൻ അറിഞ്ഞ് നിനക്ക് വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു. തേരോട്ടം തേരോട്ടം തേരോട്ടം. അവളെന്റെ മൂളിപ്പാട്ടേറ്റ് പാടി അത് കേട്ടു ഞാനും മറന്നു പാടി, അവളെന്റെ മൂളിപ്പാട്ടേറ്റ് പാടി അത് കേട്ടു ഞാനും മറന്നു പാടി. പ്രണയത്തിൽ മുന്തിരി തോപ്പൊരു നാൾ കൊണ്ട് കരമൊഴിവായി പതിച്ചു കിട്ടി. യെസ്, അങ്ങനെ ഫ്ലവേഴ്സ് മ്യൂസിക്കൽ നൈറ്റ് ഇങ്ങനെ ഗ്രാൻഡ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഈവൻ
ലെജൻഡ് ആണ്. ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും പ്ലേ ബാക്ക് ഇൻഡസ്ട്രിയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് താരങ്ങൾ വരികയാണ്. അപ്പൊ ഏറ്റവും ആദ്യം ഇതിനോട് തന്നെ നമുക്ക് ചോദിക്കാട്ടോ, ഇന്ന് ജഡ്ജ്മെന്റ് ഇല്ല. എക്സ്ക്യൂസ് മീ, ബാക്കി കൂടെയാണ് കറണ്ട്, അവിടെയാണ് ഓഡിയൻസ് സീറ്റ്, അവിടെ കേട്ടോ. ഞാൻ സാറിനോട് പറഞ്ഞായിരുന്നു സാറിനെ ഈ ഫ്ലോറിൽ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൊണ്ടുവന്നില്ലേ, അതാണ് ഈ കരിവാരിക്കൊണ്ട് ഗോപൻ. താൻ കരിവാരിക്കൊണ്ട് പോവോ ചാരം മാരിക്കളിയോ അതൊക്കെ തന്റെ താല്പര്യം, വന്ന കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കണം. എക്സ്ക്യൂസ് മീ, ഒന്ന് ബാക്ക്. സാറേ കണ്ട ലക്ഷ്മി നക്ഷത്രം ഒരു 5 മേടിച്ചു, ഓഫീസിലും വീടിന്റെ ഫ്രണ്ടിലും ഒക്കെ കെട്ടി തൂക്കാം. എന്നത് താനീ പറഞ്ഞ നക്ഷത്രം സാറ് നക്ഷത്രത്തിന്റെ കാര്യമല്ല പറഞ്ഞത്, ലക്ഷ്മി നക്ഷത്ര ആങ്കർ. അതൊക്കെ എനിക്കറിയാം, താൻ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ. എക്സ്ക്യൂസ് മീ, നിങ്ങൾ ആരാണാവോ? അയ്യോ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ വള്ളിക്കെട്ട് ഫിലിപ്സിന്റെ കൊളസ്ട്രോൾ ആണ്. ഞാൻ ആരാ സാറേ? കൺട്രോളർ. കൺട്രോളർ സാറ് പറഞ്ഞ സാധനമാണ് ഞാൻ. അതിനെന്താ അറിയോ? വാൽ നക്ഷത്രം. വാൽ നക്ഷത്രം അല്ലെന്ന്. പിന്നെ ഉൽക്കയാണ്. ഉൽക്കയോ? പിന്നെ എന്താണോ ധൂമകേതു കൊണ്ട് പറക്കം തലയിൽ ഒളിപ്പിക്കാം. ലക്ഷ്മി നക്ഷത്ര അതൊക്കെ എനിക്കറിയാം. അതിനെന്തറിയോ, പുള്ളിക്ക് കൊളസ്ട്രോളിന്റെ അസ്കിതയുണ്ട്, അതാണ് പെട്ടെന്ന് കൊളസ്ട്രോൾ കയറി വന്നത്. അല്ല, നിങ്ങൾ ആരാണ് എന്നാ മനസ്സിലായില്ല? ഇല്ല. എന്ത് ചെയ്യാൻ? ഇപ്പൊ നോക്കൂ, ഒട്ടും മനസ്സിലായില്ല. ഇല്ല, നോക്കൂ, തീരെ മനസ്സിലാവണില്ല. എന്ത് ചെയ്യാനെന്ന് പറയാ, ഇനി മനസ്സിലായില്ലെന്ന് പറയത്തേ ഇല്ല. പേടിയാവണു, മനസ്സിലാവുന്നില്ല. എന്താണ് സാർ ഇങ്ങനെയൊക്കെ പല ആംഗിളിൽ നിൽക്കണ? ഏത് വ്യൂ ആണ് പുള്ളിക്കാരിക്ക് മനസ്സിലാകുന്ന അറിയാൻ പറ്റും. സാറേ അവർക്ക് സാറിനെ അറിയാൻ പാടില്ല, സാർ ഫേമസ് അല്ല. സാറ് തന്നെ സ്വയം അങ്ങ് പരിചയപ്പെടുത്താരാന്ന്. എന്നാ കേട്ടോ, കേട്ടിട്ടുണ്ടാവും ബേബിച്ചൻ വണ്ടിപ്പെരിയാർ. എന്താ വേവിച്ചണ്ടിപ്പരിപ്പോ? അണ്ടിപ്പരിപ്പ് വേവിച്ച് കഴിക്കോ സാറേ നല്ലത്, അല്ലെ പിന്നെ വറുത്ത് തിന്നോ? താൻ എനിക്കിട്ട് കൂടുതൽ വർക്കരുത് കേട്ടോ. എന്നാ പിന്നെ സാറ് വറുത്തു. ഞാൻ പറഞ്ഞോളാം. പറഞ്ഞോ കേട്ടോ മിന്നാ മിനിങ്ങ. I told you many times എന്റെ പേര് ലക്ഷ്മി നക്ഷത്ര എന്നാണ്. ആയിക്കോട്ടെ, മിനിങ്ങുന്നതല്ലേ നക്ഷത്രം മിന്നാ മിനിങ്ങ, അത് വിട്. എന്റെ പുതിയ പടം കണ്ടായിരുന്നു? ഇല്ല. കണ്ടിട്ടില്ല? ഇല്ല. കാണാത്തത് ഭാഗ്യം. സ്വന്തം സിനിമ കാണാത്തത് ഭാഗ്യം ആദ്യമായിട്ടായിരിക്കും ഒരു മനുഷ്യൻ പറയണ്ടാവുക. അങ്ങനെയല്ല, എന്റെ സിനിമയുടെ പേരാണ് കാണാത്തത് ഭാഗ്യം. അല്ല, ചേട്ടൻ കണ്ടിരുന്നോ? കണ്ടിരുന്നോ? ഞാൻ കണ്ടു. എങ്ങനെയുണ്ട്? കാണാത്തത് ഭാഗ്യം. സാർ നമ്മുടെ അടുത്ത പടത്തിന്റെ ടൈറ്റിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. അടുത്ത പടത്തിന്റെ ടൈറ്റിൽ എന്താണ്? അത് എഴുതിയിട്ടില്ല. എങ്ങനെയുണ്ട്? ആദ്യത്തെ പടത്തിന്റെ പേര് കാണാത്തത് ഭാഗ്യം, രണ്ടാമത്തെ പടത്തിന്റെ പേര് അത് എഴുതിയിട്ടില്ല. അത് പടത്തിന്റെ ടൈറ്റിൽ അല്ല, പടം എഴുതിയിട്ടില്ല. എഴുതാൻ വന്നവണ് വെള്ളം എടുത്ത് പ്ലാസ്റ്റിക് കിടക്കുവാണ്. അതാണ്. പിന്നെ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. അല്ല, ഞാൻ അതിനേക്കാൾ മുന്നൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരുപാട്, അതായത് വലിയ 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 ഗസ്റ്റുകളാണ് ഇന്നത്തെ ദിവസം. നിങ്ങൾ വെറുതെ ലാഗടിപ്പിക്കരുത്. വേറെ സംഭവമുണ്ട്. നിങ്ങൾക്ക് സാറിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തതാണ്. സാർ മെയിൻ ആയിട്ട് പുതുമുഖങ്ങളെ മാത്രം വെച്ചാണ് സാർ സിനിമ എടുക്കണം, അതറിയോ? പുതുമുഖങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്ത് ഈ പുതുമുഖങ്ങളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് സിനിമ എടുക്കാൻ കാരണം? പടം പൊളിഞ്ഞാൽ അവരെ തലയിട്ടിട്ട് നമുക്ക് രക്ഷപ്പെടാല്ലോ. പിന്നെ ഞാനൊരു വേദനിക്കുന്ന കോടീശ്വരനാണ്. അല്ല, അങ്ങനെ വേദന ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിപ്പിടിച്ചൂടെ? അല്ല, മാറ്റിപ്പിടിക്കാൻ പറ്റില്ല. എന്താ? പല്ലുവേദനയാണ്. പല്ലുവേദന എന്നാ പല്ലെടുത്ത് കളഞ്ഞാ പോരെ? അത് പറ്റത്തില്ല. പല്ലെടുത്ത് കളഞ്ഞാൽ എന്റെ ടാഗ്ലൈൻ പോകത്തില്ലേ? എന്ത് ടാഗ്? വേദനിക്കുന്ന കോടീശ്വരൻ ടാഗ്ലൈൻ പോകും. അതിനൊറ്റ കാരണം പല്ലെടുക്കാണ്ട് വേദനിച്ച് കിടക്കുന്ന ഒരാളാണ്. എന്നാ വേദനിക്കട്ടെ. കാര്യം എന്താണെന്നറിയോ, ഞങ്ങൾ ഈ പുതുമുഖങ്ങളെ വെച്ചിട്ടാണല്ലോ സിനിമ എടുക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് പാട്ടുകാരെ വേണം, പുതിയത് ജൂനിയർ ആയിട്ടുള്ള കുറച്ച് സിംഗേഴ്സിന് വേണം. അതായത് ഇവിടെ വന്നിനി ഓഡിഷൻ നടത്താനുള്ള പരിപാടിയാണ്. അതെ അല്ലേ? ഓക്കെ. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ പല തരത്തിലുള്ള സിംഗേഴ്സ് ഉണ്ട്. ലൈക് ഫാസ്റ്റ് നമ്പേഴ്സ്, മെലഡീസ്, കർണാട്ടിക്, അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാർ എല്ലാം വേണം. അപ്പൊ ഏത് കാറ്റഗറിയാണ് നിങ്ങളുടെ ആ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റും. ജഡ്ജസ് ഇവിടെ തന്നെ ഉണ്ട്, അവരുടെയും ഒരു അഭിപ്രായം നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് പടം തുടങ്ങുമ്പോ ഒരു ഭക്തിഗാനത്തിൽ വേണം നമുക്ക്. അടിപൊളിയായിരിക്കും അത്. അല്ലെ, ഇവിടെ ഇത്ര പറഞ്ഞതിൽ വെച്ചിട്ട് ഈ ഒരു പോയിന്റിലാണ് സത്യം പറയട്ടെ നിങ്ങളുടെ ടോക്കിൽ ഒരു തറവാടിത്തം വന്നത്. അപ്പൊ ഭക്തിഗാനം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു മെലഡി. അല്ല, മെലഡി നിർബന്ധ അല്ലേ? എന്നാലും അതിന്റെ നമുക്കൊരു അടിച്ചുപൊളി പാട്ട് വേണം. അടിച്ചുപൊളി ഇവിടെ തല്ലുപിടുത്തായിരിക്കും, കാരണം എല്ലാ സിംഗേഴ്സും അടിപൊളിയായിട്ട് പാടും. വേണമെങ്കിൽ ജഡ്ജസിനും ഒരു അവസരം കൊടുക്കാം. പിന്നെ നമ്മുടെ അടുത്ത പാട്ട് എന്ന് പറഞ്ഞാൽ സിനിമയിലെ ഒരു ലവ് സീൻ, ഡുവറ്റും നന്നായിരിക്കും, ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഇന്റർവെൽ കഴിഞ്ഞിട്ട് നമുക്ക് അല്ല, ഈ ഇന്റർവെല് കഴിയുമ്പോ എന്റെ ഒരു ഐഡിയയിൽ വരുന്ന ഒരു കാര്യമാണ്, അതായത് ഓഡിയൻസ് സപ്പോർട്ട് കൂടുതൽ കിട്ടണമെങ്കിൽ, സിനിമയെ പറ്റി ആൾക്കാർ കൂടുതൽ പറയണമെങ്കിൽ മണിച്ചേട്ടന്റെ ഒരു പാട്ട് വന്നു കഴിഞ്ഞാൽ ഇനിയുണ്ട്. ഈ മണിച്ചേട്ടന്റെ പാട്ട് കഴിയുമ്പോണ്ടല്ലോ ഓഡിയൻസ് ആ ഒരു ഇമ്പാക്റ്റിൽ എങ്ങനെ ഇരിക്കും, അതിന്റെ ഇടയിലാണ് ഒരു ഹിന്ദി സോങ്. അങ്ങനെ ആ ഒരു ഹിന്ദി സോങ്ങിന്റെ ആ ഒരു അപ്പൊ ഇതൊക്കെ എന്റെ ഐഡിയയിലുള്ള ഒരു കാര്യമാണ്. പറഞ്ഞോളൂ. ഇനിയുണ്ട്, പക്ഷെ
പക്ഷേ ഓക്കെ ഞാൻ പറയാം. പക്ഷേ ഓക്കെ, അതായത് അടുത്തതെന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ പാടിയിട്ടുള്ള എല്ലാവരും അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും കൂടെ വന്നിട്ട് ഒരു ചെയിൻ സോങ് കൂടെ അയ്യോ, നമ്മുടെ സിനിമയുടെ ക്ലൈമാക്സ് പുള്ളിക്കാർ ഇങ്ങോട്ട് പറയുന്നു ക്ലൈമാക്സ്. ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലേ? അല്ലല്ല, അപ്പൊ എല്ലാം റെഡിയാക്കി തരാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത്രയും നിങ്ങൾ എന്തിനാണ് ഇത്ര ഇൻട്രോ എടുത്ത് വളഞ്ഞ മൂക്ക് പിടിച്ച് വന്നേന്നുള്ളത് എനിക്ക് ആദ്യമേ മനസ്സിലായി. അതുകൊണ്ടാണ് പടം ഏറ്റവും ആദ്യം ചോർന്നത്. അതായത് ഇവിടെ വന്നിട്ട് ഓസിക്ക് ഞങ്ങളുടെ ടോപ്പ് സിംഗറിലെ കുട്ടികളെ നിങ്ങൾക്ക് കൊണ്ടുപോകണം, എന്നിട്ട് ഗാനമേള പരിപാടികൾ നിങ്ങൾ പാടിപ്പിക്കണം. ഇവിടെ ഈ ടോപ്പ് സിംഗറിലെ ഗാനമേളയും കാര്യങ്ങളൊന്നും ഒരു വിഷയമുള്ള ഒരു കാര്യമല്ല, എല്ലാ സപ്പോർട്ടാ. പക്ഷേ ഉടായ്പ സെറ്റപ്പിലാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഉടായ്പ പരിപാടികൾക്ക് ഞങ്ങൾ കുട്ടികളെ വിടൂല. ഗാനമേള ട്രിപ്പ് തുടങ്ങാൻ വന്നുള്ള കേസ് അവർക്ക് മനസ്സിലായി. ഞാൻ എന്റെ ഒറ്റ വാക്കിട്ട് ഞാൻ പരിപാടി ഇതൊക്കെ പൊളിഞ്ഞപ്പോ പിന്നെ ഇതൊക്കെ ഊരണ്ടോ ചുമ്മാ വേഷം കിട്ടുമായിട്ട് വന്നു. ചൊറിയുന്നുണ്ടോ ചേട്ടാ? ചെറുതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഗാനമേളയ്ക്ക് വിടാൻ പറ്റിയല്ല. ഇല്ല ആരും വിടിയല്ല. അല്ല, ഇതിനു വേണ്ടിട്ടല്ലേ ഈ കോട്ടൊക്കെ വാടകയ്ക്ക് എടുത്ത് വന്നത്, ഈ മാലയൊക്കെ. ഒരു കാര്യം ചെയ്യും, ഇപ്പോഴത്തെ ചമ്മല് മാറ്റണം എന്നുണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് കണ്ട് നമ്മുടെ കുട്ടികളെ പാടുമ്പോൾ വേണമെങ്കിൽ 2 കൈ അടിച്ചിരുന്നു കഴിഞ്ഞാൽ ഹിന്ദി ചെയിൻ സോങ്ങും എല്ലാം നിങ്ങൾക്ക് കാണാനും കേൾക്കാനും പറ്റും. അപ്പൊ ചമ്മൽ മാറും. തീർച്ചയായിട്ടും മാറും. ചമ്മൽ മാറെങ്കിൽ പിന്നെ അതങ്ങനെ ഇരുന്ന് കേട്ടിട്ട് അവിടെ പോയി 2 പാട്ട് കേട്ടോട്ടെ. ഒന്ന് ഈ മാമന്മാരൊന്നും അവിടെ ഇരിക്കണോണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല, വന്നോട്ടെ പാവങ്ങളല്ലേ. അതെ, വേഗം ആയിക്കോട്ടെ. 1.5 മണിക്കൂറാണ് കേട്ടോ നഷ്ടം. പരിപാടി ഡിലേ. കൺട്രോൾ സ്ഥാനത്ത് ഞാൻ പിരിച്ചുവിടും. ഒന്ന് പോകാറോ ചുമ്മാ കിടന്ന് ചുമ്മാ എന്നെ വീട്ടിൽ അത് പറഞ്ഞാൽ മതിയല്ലോ. അല്ല, ഞാൻ ഇപ്പൊ ജഡ്ജസിന്റെ അടുത്തും ഇന്നത്തെ ഗസ്റ്റിന്റെ അടുത്തൊക്കെ ഒന്ന് ചോദിച്ചോട്ടെ. അതായത് നല്ല പരിപാടിക്ക് നമ്മൾ ടോപ്പ് സിംഗറിലെ കുട്ടികളെ വിടുന്നതിന് ഭയങ്കര അഭിമാനമുള്ള ഒരു കാര്യമല്ലേ? പക്ഷെ ഇതിലൊരു ഉടായ്പ മണത്തില്ലേ? സത്യം പറയണം, എന്തോ ഒന്ന് മണക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കുട്ടിക്കാലത്ത് ആദ്യമായിട്ടാണല്ലേ? സായിക്ക് എന്തോ ഇതിനു മുമ്പ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ജോൾസിനേക്കും ഉണ്ടോ? ജോൾസിനെ ഫസ്റ്റ് മൈക്ക് എടുത്തു, ഞാൻ ഫസ്റ്റ് പറയുന്നു. അത് ജീവിതത്തിൽ ഇഷ്ടം പോലെ ആൾക്കാർ എന്നും പറ്റിക്കലാന്നൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചോണ്ട്. അല്ല, അത് നമ്മളെല്ലാരും നമ്മളെ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. എന്നാലേ നമ്മള് നമുക്ക് വളരാൻ സാധിക്കുള്ളൂ. അങ്ങനെ വളർന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ പറ്റിച്ചിട്ട് ഒരു മ്യൂസിക് സംബന്ധമായിട്ട് അങ്ങനെ ഒരു പറ്റിക്കല് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അതൊക്കെ എങ്ങനെ ഇവിടെ പറയാതെ അവിടെ ധൈര്യമുള്ള ഞാൻ പറയാന്നൊക്കെ. അങ്ങനെയല്ല, എല്ലാവർക്കും പറ്റിക്കൽ നേരിട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എന്നെ പറ്റിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താക്കുന്ന വെച്ചാല് എനിക്ക് മറവിന്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ മറന്നു പോകും അവരെന്നെ പറ്റിച്ചു എന്നുള്ള. മറന്ന് ക്ഷമിച്ചു കൊടുക്കും അല്ലേ? അല്ല, ഞാൻ എന്റെ ഫോണില് ഞാൻ അവരുടെ പേര് എഡിറ്റ് ചെയ്തിട്ട് ഫ്രോഡ് ഇട്ട് വെക്കും. പക്ഷെ ഈ ഫ്രോഡ് നേരിച്ച് അവർ വേറെ ഏതെങ്കിലും നമ്പറിൽ വിളിച്ചാൽ ഞാൻ പറ്റിക്കപ്പെടും. പിന്നെ വിശ്വസിച്ച് വീണ്ടും അല്ലേ? ഓക്കെ, ആ ഫോണൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. എത്ര ഫ്രോഡ്ലെസ്റ്റ് ആ കോണ്ടാക്ട്സിൽ എത്ര എണ്ണം ആ ഒരു സ്പെല്ലിംഗിൽ സേവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്തേ പറ്റുള്ളൂ. ഓൾ റൈറ്റ്, അപ്പൊ ഇതെല്ലാം അതൊരു ചെറിയ സെഷൻ ആയിരുന്നു നമ്മുടെ കോമഡി ടീമിന്റെ ഭാഗത്തുനിന്ന്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.